തിരുവനന്തപുരം പന്നിയോട് സ്വദേശിനി സോന പഠനകാലത്താണ് ഓട്ടോ ഡ്രൈവറായ വിപിനുമായി പ്രണയത്തിലാകുന്നത്. വീട്ടുകാർക്ക് ആദ്യമൊക്കെ എതിർപ്പുണ്ടായിരുന്നുവെങ്കിലും പഠനശേഷം വിപിനുമായി വിവാഹം നടത്തിക്കൊടുത്തു. വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഇരുവരും തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും സോന മാതാപിതാക്കളോട് പോലും കാര്യങ്ങളൊന്നും തുറന്നു പറഞ്ഞില്ല. കല്യാണം കഴിഞ്ഞ് 14-ാം ദിവസം, അതായത് കഴിഞ്ഞ ജൂലൈ 2-ന് വീട്ടുകാർ അറിഞ്ഞത് സോന ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ചെന്ന വാർത്തയാണ്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് ബന്ധുക്കൾ അന്നു തന്നെ രംഗത്തെത്തിയിരുന്നു. ഒടുവിൽ സംഭവം നടന്ന് 8 മാസത്തിന് ശേഷം ഭർത്താവ് വിപിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പന്നിയോട് തണ്ണിച്ചാൻകുഴി സ്വദേശികളായ പ്രഭാകരന്റെയും ശൈലജയുടെയും മകൾ സോനയെ കഴിഞ്ഞ വർഷം ജൂലൈ 2-നാണ് ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സോനയുടെയും കല്ലാമ സ്വദേശി ഉണ്ണി എന്ന് വിളിക്കുന്ന വിപിന്റെയും വിവാഹം കഴിഞ്ഞ് 14 ദിവസം മാത്രമായിരുന്നപ്പോഴാണ് മരണം. രാത്രി 11:30-യോടെ വിപിനാണ് കിടപ്പുമുറിയിൽ സോന തൂങ്ങി നിൽക്കുന്നതായി വീട്ടുകാരെയും അയൽക്കാരെയും അറിയിച്ചത്. പോലീസ് എത്തും മുൻപ് കയർ അറുത്തുമാറ്റി ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. സോനയുടെ കഴുത്തിലെ കയർ അറുത്തുമാറ്റി 1 മണിക്കൂർ കഴിഞ്ഞാണ് കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചതെന്നായിരുന്നു ബന്ധുക്കളുടെ ആരോപണം. വിപിൻ കിടന്ന അതേ മുറിയിലാണ് സോനയെ തൂങ്ങിയ നിലയിൽ കണ്ടത്. ഉറങ്ങിപ്പോയതിനാൽ അറിഞ്ഞില്ലെന്നാണ് വിപിൻ പോലീസിന് കൊടുത്ത മൊഴി. എന്നാൽ ഈ മൊഴിയിൽ പോലീസിനും സംശയമുണ്ടായിരുന്നു. ആദ്യം കാട്ടാക്കട പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തത്. മരണത്തിൽ ദുരൂഹത ആരോപിച്ച് പെൺകുട്ടിയുടെ പിതാവ് അന്നത്തെ ഡിവൈഎസ്പിക്ക് പരാതി നൽകിയെങ്കിലും കൂടുതൽ അന്വേഷണം നടത്താനോ വിപിനെ അറസ്റ്റ് ചെയ്യാനോ പോലീസ് തയ്യാറായില്ല. തുടർന്ന് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ സമരങ്ങൾ സംഘടിപ്പിച്ചു. കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകുകയും ചെയ്തു. പിന്നീടുണ്ടായ അന്വേഷണത്തിനൊടുവിലാണ് വിപിൻ അറസ്റ്റിലായത്. അവന്റെ അമ്മയാണ് ഇതിന്റെ മെയിൻ തന്നെ ഉത്തരവാദിത്തപ്പെട്ട് എന്റെ മോള് മരിക്കാൻ ഇടയാക്കിയത് അവന്റെ അമ്മയാണ് എന്നാണ് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നത്. അത് മാത്രമല്ല, കല്യാണം കഴിഞ്ഞ് 8-ന്റെ അന്ന് എന്റെ മകളുടെ ആഭരണങ്ങളെല്ലാം പിടിച്ചു വാങ്ങിച്ച് പണയപ്പെടുത്തി അവളെ ഭയങ്കരമായ മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഞങ്ങൾ അറിഞ്ഞത്. അതുകൊണ്ട് തക്കതായ ശിക്ഷ ഈ തള്ളയ്ക്കും എന്റെ മാളെ കിട്ടിയ ആ പയ്യനും ശിക്ഷ വാങ്ങി കൊടുക്കണം. ഓട്ടോ ഡ്രൈവറായ വിപിനും സോനയും 1.5 വർഷത്തോളം നീണ്ട പ്രണയത്തിന് ശേഷമാണ് വിവാഹിതരായത്. മരിക്കുന്ന ദിവസം ഉച്ചയ്ക്കും വിരുന്നു സൽക്കാരത്തിനായി ബന്ധുവീട്ടിലും സോനയുടെ വീട്ടിലുമെല്ലാം പോയിരുന്നു. പോലീസ് പലതവണ ചോദ്യം ചെയ്തെങ്കിലും കുടുംബ പ്രശ്നങ്ങളൊന്നും പറയാതെ വിപിൻ ഒഴിഞ്ഞുമാറുകയായിരുന്നു. ശാരീരികവും മാനസികവുമായ പീഡനം ആത്മഹത്യക്ക് കാരണമായെന്ന് കണ്ടെത്തിയതോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വിവാഹം കഴിഞ്ഞതിന് ശേഷം 13 ദിവസത്തിനകം സോന എന്ന് പറഞ്ഞൊരു പെൺകുട്ടി മരിച്ചതിന്റെ കേസാണിത്. തൂങ്ങി മരിച്ചതിന്റെ ആത്മഹത്യയാണ്. ആ കേസിന്റെ അന്വേഷണത്തിൽ മുൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ അന്വേഷണത്തിന്റെ തുടർച്ചയായിട്ടാണ് ഞാൻ അന്വേഷിക്കുന്നത്. അതിൽ അന്വേഷണത്തിൽ അവർ കണ്ടെത്തിയിരിക്കുന്നത് ആത്മഹത്യാ പ്രേരണയ്ക്കും അതുപോലെ തന്നെ സ്ത്രീധന പീഡനം നടത്തിയിട്ടുള്ളതാണ്. അതിൽ അങ്ങനെ ആത്മഹത്യാ പ്രേരണയും സ്ത്രീധന പീഡനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് നവവധു ആണെങ്കിൽ അത് DYSP അന്വേഷിക്കണം. അങ്ങനെ അന്വേഷണത്തിന് എനിക്ക് അയച്ചു കിട്ടി. പ്രതി ഇവിടെ ഉള്ളതുകൊണ്ട് പ്രതി അറസ്റ്റ് ചെയ്തു. ന്യൂസ് 18 നെയ്യാറ്റിൻകര.